ഫെബ്രുവരി 20 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ എലവുത്തേരിയൂസ്, വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയും ജസീന്ത മാർത്തോയും, വിശുദ്ധ മാത്ത, വിശുദ്ധ ബോൾക്കാൻ, വിശുദ്ധ കോൾഗാൻ, വിശുദ്ധ എവുക്കേരിയൂസ്. വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയും ജസീന്ത മാർത്തോയും. ഫാത്തിമയിലെ ഇടയ കുട്ടികളാണ് വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയും ജസീന്ത മാർത്തോയും. പരിശുദ്ധ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് ലൂസിയ ദോ സാന്തോസ്, അവളുടെ കസിൻ സഹോദരങ്ങളായ ഫ്രാൻസിസ് മാർത്തോ, ജസീന്ത മാർത്തോ എന്നീ 3 ഇടയ കുട്ടികൾക്കാണ്. പോർച്ചുഗലിലെ ഫാത്തിമയ്ക്കടുത്തുള്ള അൽജുസ്ത്രയിലായിരുന്നു അവരുടെ ഭവനം. ഈ ഇടയ കുട്ടികളിൽ ഫ്രാൻസിസും ജസീന്തയും ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞു. ലൂസിയ കമ്മലമഠത്തിൽ പ്രവേശിക്കുകയും മാതാവിൻ്റെ ദർശനങ്ങളുടെ സാക്ഷിയായി ജീവിക്കുകയും ചെയ്തു. 1908 ജൂൺ 11 ഫ്രാൻസിസ് മാർത്തോ ജനിച്ചത്. അവൻ്റെ ഇളയ സഹോദരി ജസീന്ത മാർത്തോ 1910 മാർച്ച് 11 നിരക്ഷരരെങ്കിലും ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിൽ അവർ വളർന്നു വന്നു. ഫ്രാൻസിസ് പ്രശാന്തനും ധ്യാനനിരതനുമായിരുന്നു. ജസീന്തയാകട്ടെ വാത്സല്യനിധിയും തരള സ്വഭാവക്കാരിയുമായിരുന്നു. 1916 അവർക്ക് മാലാഖയുടെ 3 ദർശനങ്ങൾ സിദ്ധിച്ചു. മാലാഖ അവരെ പരിശുദ്ധ മറിയത്തിൻ്റെ ദർശനങ്ങളിലേക്ക് ഒരുക്കുകയായിരുന്നു. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളിൽ അവരെക്കുറിച്ച് കാരുണ്യം നിറഞ്ഞ പദ്ധതികളുണ്ടെന്ന സന്ദേശം മാലാഖ നൽകി. 1917 മെയ് 13 ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കവേ കോവ ദ ഈരിയയിൽ വെച്ച് അവർക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ ആദ്യ ദർശനമുണ്ടായി. മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനും ലോകസമാധാനത്തിനും യുദ്ധം അവസാനിക്കുന്നതിനും വേണ്ടി ജപമാല ചൊല്ലുവാനും മാതാവ് ആവശ്യപ്പെട്ടു. അവരുടെ സഹനങ്ങളെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് പരിഹാരമായി സമർപ്പിക്കുവാനും അമ്മ ആവശ്യപ്പെട്ടു. മാതാവിൻ്റെ 6 ദർശനങ്ങളാണ് കുട്ടികൾക്ക് ലഭിച്ചത്. ദർശനത്തെ തുടർന്ന് ജനങ്ങളുടെയും അധികാരികളുടെയും കൗതുകങ്ങൾക്കും വിമർശനങ്ങൾക്കും ആക്രമണങ്ങൾക്കും അവർ വിധേയരാകേണ്ടി വന്നു. എല്ലാ വിമർശനങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് 1917 ഒക്ടോബർ 13 മറിയത്തിൻ്റെയും യോസേപ്പിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ദർശനങ്ങളോടനുബന്ധിച്ച് ജനസഹസ്രങ്ങൾക്ക് അത്ഭുതം പകർന്നുകൊണ്ട് വലിയ മഴയും സൂര്യനൃത്തവും ഉണ്ടായി. സൂര്യനേക്കാൾ പ്രഭാവതിയായ ഭൂസ്വർഗരാജ്ഞിക്ക് സൂര്യൻ വിവിധ രൂപഭാവങ്ങളിൽ ആദരം അർപ്പിക്കുന്ന അതിസ്വാഭാവിക ദൃശ്യം 100,000-ഓളം ആളുകൾ ദർശിച്ചു. ദർശനങ്ങൾ 3 കുട്ടികൾക്ക് ലഭിച്ചെങ്കിലും ഫ്രാൻസിസിന് മറിയവുമായുള്ള സംസാരം കേൾക്കാനായില്ല. ആദ്യ ദർശനത്തെ തുടർന്ന് തൻ്റെ അമ്മയുടെ ശകാര നിമിത്തം പിന്നീടുള്ള പ്രത്യക്ഷപ്പെടലുകൾക്കായി പോകുന്നതിന് ലൂസിയ മടിച്ചപ്പോൾ ഫ്രാൻസിസ് ആണ് കുട്ടിക്കൊണ്ടുപോയത്. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഫ്രാൻസിസ് കൂടുതൽ ജപമാല ചൊല്ലണമെന്ന് മാതാവിൻ്റെ നിർദ്ദേശം അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഫ്രാൻസിസിനെയും ജസീന്തയും ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള മറിയത്തിൻ്റെ സന്ദേശമനുസരിച്ച് നല്ല മരണത്തിനായി അവർ തയ്യാറെടുത്തു. മരിക്കുന്നതിന് തലേന്ന് താൻ സ്വർഗത്തിലേക്ക് പോവുകയാണെന്നും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നും അവൻ സഹോദരിമാർക്ക് ഉറപ്പ് കൊടുത്തു. പോർച്ചുഗലിൽ വ്യാപകമായിരുന്ന പകർച്ചവ്യാധി ബാധിച്ച് 1919 ഏപ്രിൽ 4 ഫ്രാൻസിസ് മരണമടഞ്ഞു. ജസീന്ത 3 ഇടയ കുട്ടികളിൽ ഏറ്റവും ഇളയവളായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ മനക്കരുത്തുണ്ടായിരുന്നത് അവൾക്കായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച ദർശനങ്ങൾ പിശാചിൻ്റെ തട്ടിപ്പല്ല എന്ന കാര്യത്തിൽ ഏറ്റവും തീർച്ചയുണ്ടായിരുന്നത് ജസീന്തയ്ക്കാണ്. ലൂസിയ സഹിക്കേണ്ടി വന്ന സഹനങ്ങൾ സ്വയം സഹിക്കാൻ പോലും അവൾ തയ്യാറായിരുന്നു. മാതാവ് നരകദർശനം നൽകിയതിനു ശേഷം പാപികൾക്ക് വേണ്ടി എത്ര വലിയ ത്യാഗം ഏറ്റെടുക്കുവാനും ജസീന്ത തയ്യാറായിരുന്നു. പുരുഷന്റെ രഹസ്യം കണ്ടെത്തിയ കൊച്ചു വിശുദ്ധയായിരുന്നു അവൾ. ഈശോയുടെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളെ സ്നേഹിക്കുവാൻ തന്നെ സഹായിക്കുന്ന സ്നേഹജ്വാല ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. ജസീന്തയ്ക്ക് മാർപ്പാപ്പയെക്കുറിച്ചുള്ള പ്രത്യേക ദർശനവും സിദ്ധിച്ചിരുന്നു. 1918 വസന്തരോഗം ജസീന്തയും ബാധിച്ചു. 1920 ഫെബ്രുവരി 20 ജസീന്ത മരിച്ചു. 2017 മെയ് 13 ഫാത്തിമ ദർശനങ്ങളുടെ 100ാം വാർഷിക വേളയിൽ ഫാത്തിമയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസിനെയും ജസീന്തയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് മാർത്തോയെ, വിശുദ്ധ ജസീന്ത മാർത്തോയെ, ലോകത്ത് വേദന അനുഭവിക്കുകയും രോഗികളുമായ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.